ഈശോ മിശിഹായിരിക്കട്ടെ. എൻ്റെ പേര് അജിമോൻ ജോർജ്. ഞാൻ ഇരുപച്ചിറ സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. എൻ്റെ അമ്മ ദൈവകുമാരിൽ നിന്ന് നേടിത്തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി ആണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഈ അൾത്താരയിൽ എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അമ്മ തിരുക്കുമാരിൽ നിന്ന് നേടിത്തന്നതാണിത്. ഞാൻ വിദേശത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു കേസിലകപ്പെട്ട് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു കേസിലകപ്പെടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഒരു മാർഗ്ഗമില്ലാതെ വളരെ പേര് സഹായിക്കാൻ എത്തിയെങ്കിലും ആരുടെയും സഹായം ഒന്നും ഫലപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാവരും എൻ്റെ മോചനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ ആ കേസിൽ നിന്ന് വെറുതെ വിടുകയും വെളിയിലിറങ്ങി പാസ്പോർട്ട് തിരിച്ചു കിട്ടാത്തതിനാൽ തിരിച്ചു പോരാൻ പറ്റാതെ ഒരു വർഷത്തോളം അലഞ്ഞെറിഞ്ഞ് നടക്കുകയും ചെയ്യുകയുണ്ടായി. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കരുണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ വലിയ മാധ്യസ്ഥം എന്നോട് ഉണ്ടായിരുന്നു. ഞാൻ വെളിയിൽ ഇറങ്ങിയ ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എൻ്റെ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ദൈവകുമാരന് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ദൈവം എന്നെ അവിടുന്ന് ഒരു ദിവസം അവരെന്നെ വിളിച്ച് എൻ്റെ പാസ്പോർട്ട് തന്നെ കയറ്റിവിട്ടു. ഇത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു. വെളിയിലിറങ്ങിയ ഒരു 3-4 മാസം ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. വലിയ മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെയൊക്കെ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു എനിക്ക്. ഞാൻ രാവിലെയും വൈകിട്ടും അമ്മയുടെ നിരന്തരമായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ സാന്നിധ്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ അമ്മ എന്നോട് സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നത് ആ മെഴുകുതിരിയിലൂടെയായിരുന്നു. എൻ്റെ മെഴുകുതിരി ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കെടുത്തിയാലും അതിൻ്റെ ആ പുക അണയത്തില്ല. അത് നമ്മൾ സാധാരണ ഒരു മെഴുകുതിരി കത്തിച്ചാൽ 1-2 സെക്കൻഡ് കൊണ്ട് പുക അടഞ്ഞു പോവില്ലേ. എൻ്റെ മെഴുകുതിരി കത്തിച്ച് കെടുത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ പുക അവിടെ നിന്ന് പുകയുമായിരുന്നു. അത് അമ്മയുടെ അതിശക്തമായ സാന്നിധ്യമായിരുന്നു എനിക്ക്. എൻ്റെ വൈഫ് ഉടമ്പടി കാശ് രൂപ എനിക്ക് അവിടെ ഒരു ബന്ധു വഴി കൊടുത്തു വിടുകയും എൻ്റെ അമ്മയുടെ എവിടെ പോയാലും ഞാൻ ആ കാശ് രൂപമായിട്ട് പോകുമായിരുന്നു. എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ തന്നെന്നറിയോ. എന്നെ 4 മാസത്തിന് ശേഷം ഞാൻ വെളിയിലിറങ്ങി 4 മാസത്തിന് ശേഷം എൻ്റെ അമ്മ അവിടെ നമ്മുടെ തിരുക്കുമാരൻ്റെ ആലയത്തിൻ്റെ അടുത്ത് കൊണ്ട് എന്നെ താമസിപ്പിച്ചു. പിന്നെ എൻ്റെ ജീവിതം മറിയുകയായിരുന്നു. അറിയത്തില്ലാത്ത ആൾ, എനിക്ക് ഒരിക്കലും ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ എൻ്റെ സഹായത്തിന് വേണ്ടി വന്നു. വളരെയേറെ കഷ്ടതയിലൂടെ നടന്നു പോകുമ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ജീസസ് യൂത്തുകാരും കരിസ്മാറ്റിക്കാരും അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ എന്നെ ചേർത്ത് പിടിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. അത്രയ്ക്ക് അവരെന്നെ ചേർത്ത് പിടിച്ചു. അവരെല്ലാം പറയുമായിരുന്നു ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിച്ചേരുന്നു. അങ്ങനെ എൻ്റെ അമ്മ എന്നെ ഇവിടെ ഒരു തടസ്സവും കൂടാതെ എത്തിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ അമ്മ എവിടെ ഇറങ്ങിപ്പോരുന്ന ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ടിട്ടല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ കയറത്തില്ലെന്ന്. ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ പോയത്. അതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടപ്പോഴേ എൻ്റെ വൈഫ് അച്ഛനെ വന്ന് കണ്ടപ്പോഴേക്ക് അച്ഛൻ പറയായിരുന്നു ഒരു പ്രശ്നമില്ലാതെ അവൻ തിരിച്ചു വരുമെന്ന്. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഞാൻ കണ്ടേ ഈ പള്ളിയും കയറി പരിശുദ്ധ അമ്മയുടെ ഇടയ്ക്ക് കയറി. എൻ്റെ ഇടവക ദേവാലയവും അമ്മയുടെ നാമത്തിലുള്ളതാണ്. ഇടവക ദേവാലയത്തിലും കയറിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയത്. എൻ്റെ അമ്മ തന്നെ എനിക്ക് അനുഗ്രഹത്തിന് വലിയ അനുഗ്രഹം എനിക്ക് തന്നെ. എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി അനുഗ്രഹത്തിന് എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അനുഗ്രഹത്തിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച തൻ്റെ വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാനാണ്. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ വിദേശത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്ന് അപ്പം പരിശുദ്ധ അമ്മ ഈ സഞ്ചാരി മാതാവ് എന്നാണല്ലോ നമ്മൾ ഇവിടുത്തെ കൃപാസന മാതാവിനെ പ്രത്യേകം വിളിക്കുന്നത്. അത് സാക്ഷ്യങ്ങളിൽ നിന്ന് മാതാവ് തന്നെ വെളിപ്പെടുത്തി നൽകിയ, അല്ലെങ്കിൽ മാതാവിന് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന വലിയൊരു സഞ്ചാരത്തിനുള്ളൊരു പ്രത്യേക ഒരു അധികാരവും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ലോകത്തിൽ എമ്പാടും മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും മാതാവിൻ്റെ ഈ സഞ്ചാരി ആയിട്ടുള്ള ഈ മാതാവിൻ്റെ വലിയൊരു നേച്ചറിനെ തന്നെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ ആവർത്തിക്കുന്നൊരു കാര്യമോ, വിദേശത്തായിരിക്കുന്ന മക്കളോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ ഉടമ്പടി എടുത്തു എന്നുള്ളതും
അത് സമയബന്ധിതമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം അത് ക്രമീകരിച്ചു എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ അതിജീവിച്ചു എന്നുള്ളതും അതിന് ഈ പറയുന്ന വ്യക്തി അത് ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മാതാവ് വ്യക്തിപരമായിട്ട് ഇടപെട്ടെന്നുള്ളത് ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. അപ്പോൾ ഒരുപാട് പേര് ഹസ്തങ്ങളുമായിട്ട് എത്തിയെന്നുള്ളതും, അപ്പോൾ നമുക്ക് മുൻപേ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചതുപോലൊരു അനുഭവം ഉണ്ടായെന്നുള്ളത്, അതും ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗ്യമാണ്. നിനക്ക് മുൻപേ ഞാൻ പോകും എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും എന്നുള്ളത്. അങ്ങനെ അനുഭവത്തിൽ നിന്നൊരു കുടുംബമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം തിരികെ വരുമ്പോൾ ഇവിടെ വന്ന് മാതാവിന് നന്ദി പറയാനും ഇന്ന് സാക്ഷ്യം പറയുവാനും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഈ കുടുംബം മുന്നോട്ട് പോകുമ്പം ഇനി ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.